ക്രൈസ്തരോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഈ ഭൂപ്പരപ്പിൽ ഒരുക്കിയ വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഒരു വാക്യം വായിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ട് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് 24-ാം യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആരും കാണാതെ വണ്ണം മറയത്ത് ഞാൻ കാണാതെ വണ്ണം ദൈവം പറയുക, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആരാണ് ഈ ദൈവം? എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന മനുഷ്യനും വെളിപ്പെടുത്തുന്ന ദൈവവും. മറഞ്ഞിരിക്കുന്ന മനുഷ്യരും വെളിപ്പെടുത്തുന്ന ദൈവവും. ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മളെപ്പോഴും തുടങ്ങുന്ന ഒരു ഭാഗം അവിടെയാണ്. ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ച് 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാലൊച്ച ശബ്ദം കേട്ടവർ ഭയപ്പെട്ട് പോയി മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചു. ദൈവം വിളിച്ചു, ആദാമേ, നീ എവിടെ? ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുന്നു. ദൈവത്തിനറിയാം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ സർവശക്തനായ ദൈവത്തിനറിയാം മനുഷ്യൻ എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന്. നമ്മൾ എവിടെ വച്ച് എന്ത് ചെയ്താലും സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. കാരണം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 15 വരെ വായിക്കുമ്പോൾ എൻ്റെ ദൈവം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. സക്കറിയ 14:7 തോന്നുന്നു ഇങ്ങനെ പറയുന്നു. 7 കണ്ണ്, യഹോവയുടെ 7 കണ്ണിനെ കുറിച്ച് പറയുന്നു. 7-ാം വാക്യമാണോ 10-ാം വാക്യമാണോ എന്ന് അറിയില്ല, എന്തായാലും ഇതിനകത്തുണ്ട്. അപ്പോൾ അത് പൂർണ്ണതയെ കാണിക്കുകയാണ്, 7 കണ്ണുണ്ടെന്നുള്ളതല്ല. ഇവിടെ ഒരു വ്യക്തി പാപം ചെയ്ത് മരച്ചുവട്ടിൽ ഒളിച്ചപ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കാണുവാൻ ആളുകളിൽ കുറിയവനായതുകൊണ്ട്, അല്ലെങ്കിൽ ആളിൽ കുറിയവനായതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചു. അപ്പോൾ പൂർവന്മാർ മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചാൽ തലമുറകൾ വരുമ്പോൾ മരത്തിൻ്റെ മുകളിൽ കയറി ഒളിക്കും. ഇവിടെ നോക്കിക്കോണേ, ഏദൻ തോട്ടത്തിൽ ആദാമേ, നീ എവിടെ എന്ന് ചോദിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ സക്കായി കയറിയിരുന്ന അതേ മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ കർത്താവ് മേലോട്ട് നോക്കി മറഞ്ഞിരുന്ന അത്തിയിലയുടെ ഇടയിൽ മറഞ്ഞിരുന്ന സക്കായിയെ
പേര് ചൊല്ലി വിളിച്ച് താഴേക്കിറങ്ങി വാ എന്ന് പറഞ്ഞു. മരത്തിൻ്റെ ചുവട്ടിലിരുന്നവനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നീ സക്കായിയെ താഴെ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങിയെന്നാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയചിന്ത എന്ന ഭാഗം വിടുന്നു. എവിടെ മറഞ്ഞിരുന്നാലും വെളിപ്പെടുത്തുന്ന ദൈവം, ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം. നമ്മൾ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അതാർക്കെങ്കിലും ദൈവം വെളിപ്പെടുത്തും. ഞാനീയുടെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സഹോദരി ചോദിക്കുക, അച്ഛനെ വല്ലതും പറഞ്ഞു കൊടുത്താണോ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ സങ്കീർത്തനം 25:14 പറയുന്നു, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാവും, അവൻ തൻ്റെ നിയമത്തെ അവരെ അറിയിക്കുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ സക്കായിയെ ദൈവം വിളിച്ച് താഴേക്കിറക്കി, സക്കായിയെ ഇറങ്ങി വാ. സക്കായിയുടെ ഒരാഗ്രഹം, മുകളിലിരുന്നു കൊണ്ട് താഴേക്ക് നോക്കിയാൽ യേശുവിനെ കാണാമെന്നാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, സക്കായിയെ നീ താഴെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയാലാണ് എന്നെ കാണുന്നത്, എന്നെ കാണാൻ പറ്റുള്ളൂ. വ്യത്യാസം നോക്കണേ. മുകളിലിരുന്നുകൊണ്ട് താഴേക്ക് നോക്കിയാൽ കർത്താവിനെ കാണാൻ പറ്റില്ല. ഒന്ന് താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങി നകളൊക്കെ മാറ്റി താഴോട്ടൊന്ന് ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കണം. പുറം കണ്ണ് അടഞ്ഞ് അകം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മറഞ്ഞിരിക്കുന്നതിനെ കാണുവാൻ കഴിയും. ആ സർവശക്തനായ ദൈവത്തെ കാണുവാൻ കഴിയും. ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്, വിഷയത്തിലേക്ക് മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്ന ദൈവം, മറഞ്ഞിരിക്കുന്ന മനുഷ്യനും വെളിപ്പെടുത്തുന്ന ദൈവം. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ, പുള്ളിയെ 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ തൈലപാത്രത്തിൽ അഭിഷേകം ചെയ്തു. അതിനുശേഷം ഇവരെ ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം കൂടി ഇദ്ദേഹത്തെ തിരക്കി നടക്കുക. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 10-ാം അധ്യായം 20-21 വാക്യം വായിക്കുമ്പോൾ ഇവരെല്ലാം നോക്കിയിട്ടൊന്നും ആളിനെ കാണുന്നില്ല. ഉടനെ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുവാനായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ ദൈവം പറഞ്ഞ അവനത് ആ സാധനങ്ങളുടെ ഇടയിൽ ഒളിച്ചു കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന അരിച്ചാക്കിൻ്റെ കീഴിലെ വല്ലതും പുള്ളി കയറി കിടന്നു കാണും. എന്തായാലും വേണ്ടിയല്ല. അവിടെ എഴുതിയിരിക്കുന്ന പദം വേറെയാണെങ്കിലും ഞാൻ അങ്ങനെ അങ്ങ് വിവേചിക്കുക. അപ്പോൾ പുള്ളി സാധനങ്ങളുടെ ഇടയിൽ പോയി അങ്ങ് കിടന്നു, ആരും കാണാതിരിക്കുക. ഇത്രയും നീളമുള്ളവൻ, പൊക്കമേറിയവൻ, അവൻ ചെന്ന് ചുരുണ്ടുകൂടി കിടക്കുക. യമാരെന്നെ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിക്കട്ടെന്ന് വിചാരിച്ചു. അവിടെ ഒരുത്തനും കണ്ടുപിടിക്കാനില്ല. പക്ഷെ മുഴങ്കാലം മടക്കി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന് എവിടെ ഒളിഞ്ഞിരുന്നാലും കണ്ടുപിടിക്കാൻ കഴിയും. ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. വലിയൊരു മെസ്സേജ് അല്ലെങ്കിലും ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. എവിടെ ഇരുന്ന് ഏതറയ്ക്കകത്തിരുന്ന് പറഞ്ഞാലും അത് കർത്താവ് വെളിപ്പെടുത്തും. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചാലും ദൈവം വെളിപ്പെടുത്തും. വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തും. മനം തിരിയാൻ വേണ്ടി, ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം വെളിപ്പെടുത്തും. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. അപ്പോൾ ശൗലിനെ പൊക്കിയെടുത്തു അവിടുന്ന്. അപ്പോൾ നോക്കണേ, ആദാമായി, സക്കായിയായി,
നിങ്ങൾക്ക് ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കാം. അടുത്ത് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലായി. അടുത്ത ഗിദെയോനോട് ദൈവം പറയുന്നു, ഗിദെയോനെ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു ഭാഗം. 6-ാം അധ്യായം, ജഡ്ജസ് ചാപ്റ്റർ, ന്യായാധിപന്മാർ 6-ാം അധ്യായം 25-ാം വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളെ എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കേണ്ടത് ഇങ്ങനെയാണ്: രണ്ടാമത്തെ കാളയെ കൊണ്ടു ചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠ ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ഈ ദുർഗത്തിൻ്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാം. ഈ രണ്ടാമത്തെ കാള എന്ന് പറയുന്നത് 7 വയസ്സുള്ള കാള, അതൊക്കെ രണ്ടാമത്തെ നിരയിൽ നിൽക്കുന്ന, വരി വരിയായിട്ട് നിൽക്കുക, കെട്ടിയിട്ടിരിക്കുക തീറ്റ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ. ദൈവം അവിടെ നോക്കിയപ്പോൾ ഒരുപാട് കാളകളുണ്ട്. എല്ലാ കാളകളെയും വേണ്ട. വ്യാജ ചാണകമിടുന്ന കാളകളെ ഒന്നും ദൈവത്തിന് യാഗത്തിന് വേണ്ട. നുണ പറഞ്ഞ് നടക്കുന്ന കാളകളെ ഒന്നിനെ എൻ്റെ ദൈവത്തിന് വേണ്ട. മനുഷ്യരാരും പെർഫെക്റ്റ് അല്ല. ഈ പറയുന്ന ധർമ്മരാജൻ്റെ ജീവിതത്തിലും കുറവുകളുണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ട്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്നാ. ബാക്കി ദൈവം കണ്ടുപിടിച്ചുകൊണ്ട് പറയാൻ മടിയാ. ഉണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുണ്ട്. അതുകൊണ്ട് അനുദിനം കഴുകൽ പ്രാപിച്ച് വ്യാജ ചാണകമിടാതെ കാളകളെ, അതുകൊണ്ട് വ്യാജ കാളകൾ ഉള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ കാളയെ നോക്കിക്കൊണ്ടേ വളരെ അപ്പൻ്റെ ഇളയ കാളയായ ഇളയ കാള 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിരയായി ആയിരക്കണക്കിന് കാളകൾ അവിടെ ഉണ്ട്. ആയിരക്കണക്കിന് കാളകൾ അവിടെ ഉണ്ടെങ്കിലും അപ്പൻ കണ്ടുപിടിച്ചു. എൻ്റെ ഒരു ചിന്താവിഷയം മെയിനായിട്ട് ഇതാണ്. അപ്പൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ബാക്കിയുള്ളതിനെ ഒന്നും കൊള്ളൂല. ആയിരക്കണക്കിന് കാളകളെ, പശുക്കളെ അവിടെ കെട്ടിക്കാണും. ഞാനങ്ങ് ചിന്തിക്കുക, വരിയായി തൊഴുത്തിലോട്ട് കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ അപ്പൻ നോക്കിയപ്പോൾ അപ്പനറിയാം എത്ര വയസ്സുണ്ട്. ഭയങ്കര കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ കണ്ണ്, നിൻ്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ നിരയിൽ നിൽക്കുന്ന കാള. ഇനി എൻ്റെ ഭാഷയെ പറഞ്ഞാൽ രണ്ടാമത്തെ നിരയിൽ ഒന്നും ഇല്ല എന്ന് സമ്മതിച്ച് ആരും കാണാതെ നാളുകളായി എൻ്റെ സങ്കടം ആരും കാണുന്നില്ലല്ലോ, എൻ്റെ വേദന ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് വ്യാജ കാളകളെല്ലാം കൂടി തൊഴിച്ച് ഒരു പരുവാക്കിയിട്ടിരുന്ന കാള ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇതിനെ മതി, എനിക്ക് ഈ യാഗം കഴിക്കും. അതുകൊണ്ട് ഗിദെയോനെ, നീ വ്യാജ കാളകളെ കൊണ്ട് യാഗം കഴിക്കരുത്. ഞാൻ പറയുന്നത്, ഞാൻ കൽപ്പിക്കുന്ന സ്ഥലത്ത് നീ യാഗം കഴിക്കുക. പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നീ യാഗം കഴിക്കുക എന്ന് പറഞ്ഞു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ, ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണ്. അതുകൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പേ ആരും അഭിനയിക്കാനിരിക്കരുത്. അവസാനം അനുഭവിക്കും. തെറ്റുകളും കുറ്റങ്ങളും വന്നു കഴിഞ്ഞാൽ ക്ഷമ പറയേണ്ടവരോട് ക്ഷമ പറഞ്ഞ്
എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. കാളകളെ ആകുമ്പോൾ നമുക്ക് പറയാമല്ലോ, ഇതുപോലൊക്കെ 2 കാളകളുണ്ട്. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ. അവിടുത്തെ കാളകളെ കൂടെ ഒരു ചെറുതായിട്ടൊരു ചിന്ത തരാം. കാരണം ഒന്ന്, ശമൂവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് ചെല്ലും, 16 വരെയുള്ള വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ ദാവീദ് രാജാവായതല്ലേ. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? പെട്ടകം വണ്ടിയിൽ കയറ്റി, ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. വണ്ടിയിൽ കയറ്റാൻ എവിടുന്നാണ് ഐഡിയ ദാവീദെ നിനക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 6-ാം അധ്യായം 5, 6, 7, 8 വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണാം, ഫെലിസ്ത്യൻ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി, പെട്ടകം 2 കറവുള്ള പശുക്കളെ അതിൽ കെട്ടി പുതിയ വണ്ടിയിൽ പെട്ടകവും വെച്ച് യഹന്മാർ യാത്രയായി, ബത്ശേമെശിലേക്ക് യാത്രയായി. അപ്പോൾ പ്രമാണമില്ലാത്ത ഫെലിസ്ത്യൻ, പ്രമാണമില്ലാത്ത ഫെലിസ്ത്യൻ ചെയ്യുന്നത് കണ്ട് ദാവീദ് ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കുന്നിന്മേലുള്ള ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 7-ാം അധ്യായം 1-2 വാക്യം, കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് ഈ പെട്ടകവുമായി വരുമ്പോൾ, പുള്ളി രാജാവായതല്ലേ, ഇനി എന്ത് ചെയ്യണ്ട? ഇനി ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കാളകളുണ്ടല്ലോ ചുമക്കാൻ. അതേ, കഹാത്യരായ പുരോഹിതന്മാർ, നിങ്ങൾ ക്ഷമിക്കണം, കഹാത്യരായ ദൈവദാസന്മാരുടെ, കഹാത്യരായ കാളദാസനെ കാണിക്കുന്നു. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് കഹാത്യരായ പുരോഹിതന്മാരുടെ തോളിലിരിക്കേണ്ട പെട്ടി ഇവിടെ കാളകളുടെ തോളിൽ വെച്ചു. ബിരുദന്മാർ 30,000 എണ്ണം മുകളിലുണ്ട്. ദാവീദ് അങ്ങോട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. കാളകൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുക. പെട്ടകം ഉസ ചാടി വണ്ടിയിൽ കയറി. അഹിയോവ് മുമ്പേ വണ്ടി തെളിച്ചു. ഇങ്ങനെ 20 വർഷം പെട്ടകം വീട്ടിലിരുന്നിട്ടും അവൻ പെട്ടകത്തെ എങ്ങനെ ചുമക്കണമെന്നറിയില്ല, എങ്ങനെ കൊണ്ടുപോകണമെന്നറിയില്ല. ദാവീദിന് കാര്യമൊക്കെ അറിയാമെങ്കിലും രാജാവായതല്ലേ, 30,000 ബിരുദന്മാർ മുകളിലുമുണ്ട്. അതുകൊണ്ട് ഇനി 30,000 ബിരുദന്മാർ പറഞ്ഞ് ഇങ്ങനെ ഉച്ചത്തിൽ അന്യഭാഷ പറയണ്ട, ആരാധിക്കണ്ട, കൈയടിക്കണ്ട എന്നൊക്കെ പറയുന്ന ബിരുദന്മാരുണ്ട്. അതുകൊണ്ട് ആ ബിരുദന്മാരൊന്ന് കാര്യം ഓർത്തുകൊള്ളണം. ആമേൻ, 150 സങ്കീർത്തനമൊക്കെ ഒന്ന് വായിച്ചു കൊള്ളണം. യിരെമ്യാ പ്രവചനം 21-ാം അധ്യായം 12 മുതലുള്ള 17 വരെയുള്ള വാക്യങ്ങളും വായിച്ചു കൊള്ളണം. പ്രവചിച്ച് കൈകൊട്ടുക. ആമേൻ. എന്നാൽ ദൈവം പറയുന്നു, ഞാനും കൈകൊട്ടും. ആമേൻ. ഹിസ്കേലേ, നീ പ്രവചിച്ച് കൈകൊട്ട്. എന്നാൽ ഞാനും പ്രവചിച്ച് ഞാനും കൈകൊട്ടി എൻ്റെ ക്രോധം ശമിപ്പിക്കും. യോബിൻ്റെ പുസ്തകം 27-23, നീ അവൻ്റെ നേരെ കൈകൊട്ടും, അവനെ വിരട്ടി പുറത്താക്കും. കൈയടിക്കണം, ദൈവത്തെ ആരാധിക്കണം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ചെയ്യട്ടെ. അവരവർക്ക് ലഭിച്ച കൃപയ്ക്കത്. ഇവിടത്തെ വിഷയം അതല്ല. കാളകൾ, 2 കാളകളുടെ തോളിൽ പെട്ടകം വെച്ചു. കാള എന്ത് ചെയ്തു? കാള വിരണ്ടു. എന്താ വിരളാനുള്ള? ഒരു കാളയ്ക്ക് വൈക്കോല് വേണം, ഒരു കാളയ്ക്ക് പുല്ല് വേണം. അങ്ങനെ 2ഉം കൂടെ വടംവലി തുടങ്ങി. അങ്ങനെ അഹിയോവ് എന്ന കാളയും ഉസ എന്ന കാളയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടും നിൽക്കുന്നില്ല. കാരണം പുറപ്പാട് പുസ്തകം 25:10 ഇങ്ങനെ പറയുന്നു. 10:11 അവിടെ പറയുന്നുണ്ട്. 10 മുതൽ താഴോട്ട് വായിച്ചാൽ പെട്ടകം എങ്ങനെ ചുമക്കണം, 25:14, 25:15 ഇങ്ങനെയൊക്കെ വായിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം. തണ്ടുകളാൽ പെട്ടകം ചുമക്കണം. തണ്ടുകൾ ഊരരുത്. യവന്മാരെല്ലാം കൂടി തണ്ട് ഊരി മാറ്റിയിട്ട് യവന്മാരെ പെട്ടിക്കകത്തിരിക്കുന്നത് എന്താണെന്ന് ചൊവ്വേന്നേരെ മനസ്സിലാവാത്ത ഉസേ, നീ കയറി വണ്ടിയുടെ മോളിൽ കയറി ഇരിക്കുക. 21 വർഷം ഞങ്ങൾ പെന്തക്കോസ് പാരമ്പര്യത്തിലാണ്, ഞങ്ങൾ പൂർവന്മാർ തൊട്ട് പെന്തക്കോസിലാണ് എന്നൊക്കെ പറഞ്ഞ് യവന്മാർ മോളിൽ കയറി ഇരിക്കുക. പണ്ടുള്ള പൂർവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് പറയേണ്ട പള്ളിയാ, ഇത് പൊലയേണ്ട പള്ളിയാ. വേറൊന്നും തോന്നരുത്, ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞവരാരും മുകളിലില്ല.
അവരെല്ലാം അടിച്ച് താഴെ ഇറക്കിയിട്ട് ഈ പറഞ്ഞവര് കുറവൻ്റെ പള്ളി, പറയൻ്റെ പള്ളി, കൊലേൻ്റെ പള്ളി, വേദത്തിൽ ചേർന്നവർ, മത്തിയും ചാളയും തിന്നാൻ പോയവർ, കപ്പ തിന്നാൻ പോയവർ, മത്തിയും കപ്പയും തിന്നണമെങ്കിൽ പെന്തക്കോസിൽ പോകണമെന്ന് പറഞ്ഞവർ ഇന്ന് എവിടെ പോകണമെന്നറിയാമോ? മത്തിയും കപ്പയും തിന്നണമെങ്കിൽ, മത്തിക്കറിയും കപ്പയും തിന്നണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറണം. അവരിപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ തിരക്കി കിടക്കുക. 5 സ്റ്റാർ ഹോട്ടലിൽ പോയെങ്കിൽ ഇതൊക്കെ കിട്ടും ഇപ്പം. അതുകൊണ്ട് ഒറ്റയൊരെണ്ണം ആദ്യം പറഞ്ഞ് കളിയാക്കിയ പുള്ളികളെ എല്ലാത്തിനെയും ചവിട്ടി താഴ്ത്തിയിട്ട് ഈ പറഞ്ഞ പുള്ളികളെല്ലാം കൂടെ മോളിൽ കയറി. ഒരുത്താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് പറ്റിച്ചേർന്ന് ദൈവകൃപയിലേക്ക് ഉയർന്നാൽ അവനെ അടിച്ച് താഴ്ത്തും. ധർമ്മരാജൻ ഹിന്ദു, ഇവിടെ പൂർവന്മാർ തൊട്ട് CSI പാരമ്പര്യത്തിൽ കിടക്കുന്നതായിരുന്നു. ധർമ്മരാജൻ ഹിന്ദു ആണോ? ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കുന്നത് ധർമ്മരാജൻ ഹിന്ദു ആണ്. ഞാനതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും വിടുന്നില്ല. ധർമ്മരാജൻ ആരാണെന്ന് അറിയണമെങ്കിൽ നേരിട്ട് വാ. നമുക്ക് ഈ വീഡിയോ കൂടെ ഒന്നും, കാരണം അനേകർ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എത്രയോ നല്ലതാ ഹൈന്ദവ സഹോദരങ്ങൾ, എത്രയോ നല്ലതാ മുസ്ലിം സഹോദരങ്ങൾ, അവരും ഈ വചനം കേൾക്കുന്നുണ്ട്. കുറെ വിശുദ്ധന്മാരിറങ്ങിയിരിക്കുന്നു. പേടിയ. അപ്പം ഈ കാളകൾ രണ്ടും വരണ്ടു പെട്ടകത്തെ കയറി പിടിച്ചു, തൽക്ഷണം മരിച്ചു. ഞാനപ്പോൾ അവിടെ നിർത്തട്ടെ. അപ്പം കാളകളുടെ തോളിലാണിന്ന് പെട്ടകം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഗിദെയോനെ, ഞാൻ പറയുന്ന കാള വേണം എനിക്ക് യാഗം കഴിക്കാൻ. ഇത് കുറേ വർഷമായി ഈ കാള നിന്റെ അപ്പൻ്റെ 7 വർഷമായി, 7 വർഷം എന്ന് എടുത്ത് പറഞ്ഞത് കൊണ്ട് 7 വയസ്സുള്ള ഇളയ കാളയായ, കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള 2ാമത്തെ നിരയിൽ നിൽക്കുന്ന കാള. വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ബാക്കിയുള്ള കാളകൾ മുഴുവനിട്ട് ഈ കാളയെ ചവിട്ടി 7 വർഷം കൊണ്ട് നിന്ന് അനുഭവിച്ച് ഭാരപ്പെട്ട്, എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, കർത്തൃദാസന്മാർ വളരെ ശ്രദ്ധിച്ചു. നിന്നെ കഴിഞ്ഞ നാളുകളിലിട്ട് ചവിട്ടി നിന്നെ സ്തോത്രം, നിന്നെ ഒതുക്കിയിട്ടിരിക്കുന്നെങ്കിൽ ഓർത്തോ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നിന്നെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിന്നെ ദൈവം കരങ്ങളിലെടുക്കും, നിന്നെ ദൈവം കരങ്ങളിൽ ഉപയോഗിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടും. അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചോ. അർഗമന ഘടകക്ഷസി, എവിടെ ആരെല്ലാം ചവിട്ടി ഒതുക്കി ഒരു മൂലയ്ക്ക് കൊണ്ട് ഒതുക്കിയിട്ടാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാണുന്നുണ്ട്. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, അവൻ ഈ കാളയെ കണ്ട ദൈവം, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള 2ാമത്തെ നിരയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലിരിക്കുന്നവനൊന്നും കൊള്ളൂല്ല. കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ മോളെ ഇരിക്കുന്നവനൊന്നും കൊള്ളൂല്ലെന്ന്. ചീത്ത വിളി കിട്ടിയാലും വേണ്ടിയല്ല, മോളെ ഇരിക്കുന്ന നിറന്നങ്ങിരിക്കും, ഇതിനെ ഒന്നും കൊള്ളൂല. അതുകൊണ്ട് വല്ല മുയലുകളെ കിട്ടണമെങ്കിൽ പാറയുടെ ഇടുക്കിൽ പോകണം. ടൗണിലല്ല, പാറയുടെ ഇടുക്കിലൊക്കെ പോകണം, കാട്ടിൽ പോകണം, നല്ല മുയലിനെ കിട്ടണമെങ്കിൽ. അതുകൊണ്ട് അല്ലാത്തതിനെയൊക്കെ കുറുക്കന്മാരൊക്കെ വന്ന് ചാടും കോഴിയെ പിടിക്കാൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണേ, ഞാൻ ആ ഭാഗം വിടട്ടെ. അതുകൊണ്ട് അപ്പനറിയാം ഏതിനെയാണ് യാഗം കഴിക്കാൻ എടുക്കേണ്ടത്, ഏതിനെ യാഗം കഴിച്ചാലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരേ എന്നൊരു വിളിയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിടട്ടെ.
ആ ഭാഗം അവിടെ നിർത്തിയിട്ട് അടുത്ത 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പം മനസ്സിലായി. ഈ ഭാഗം ഞാനിവിടെ നിന്ന ഓരോരുത്തനെ ഞാൻ വിവേചിക്കും. ഒരുത്തൻ പറയുന്ന കേട്ടു, പാട്ടെഴുതിയ അത് അറിയാവുന്നവരെ കൊണ്ട് നോക്കി കണ്ട് പാടണമെന്ന് ഒരുത്തൻ ഷൈൻ ചെയ്യുക. പണ്ടുള്ള ഉപദേശിമാരൊക്കെ പാട്ടെഴുതി അവർ തന്നെയാണ് പാടുന്നത്. അവരുടേത് എടുത്തെടുത്ത് നമ്മുടെ ഒരു സുരേഷ് ഗോപി തൃശ്ശൂരെടുത്തതുപോലെ യവന്മാരെ എടുത്തെടുത്ത് എന്ത് ചെയ്യുക, അങ്ങ് എടുക്കുക. അവന്മാർ എടുത്ത് പാട്ടങ്ങ് എടുത്തങ്ങ് പാടുക. അതുകൊണ്ട് ഞാൻ എഴുതിയ പാട്ട് ഞാൻ വിചാരിച്ചു ആരും എടുക്കണ്ട, ഞാനങ്ങ് പാടുക. ആവശ്യമുള്ളവരെടുത്ത് പാടിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നോക്കിക്കൊള്ളേ, അതിന് പോലും വിമർശനം. അന്നേ പഠിപ്പില്ല, പദവിയില്ല, പാട്ട് കേട്ടാൽ തന്നെ അറിയാം ഇതിനകത്തങ്ങൊന്നുമില്ല. എങ്കിലും ആത്മീയർക്ക് എനിക്ക് പാടാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൽ പാടും. ഞങ്ങൾ ആത്മീയരായ ചില ദൈവദാസന്മാർ പാടും. മനസ്സിലായില്ലേ? എന്ന് നല്ല അങ്ങ് ഷൈൻ ചെയ്താ പറയുന്നത്. TPM-കാരൊക്കെ പാട്ടെഴുതി അവരെ കൊണ്ട് മുകളിലുള്ളവരെ കൊണ്ട് പാടിച്ച് അതിനുശേഷം പാട്ടിറക്കത്തുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ളവർ ഒരു പാട്ടെഴുതിയ യുവന്മാരുടെ പുറകെ നടക്കണമെന്ന് വാലെ തൂങ്ങി. ഇവർക്ക് വാലില്ലല്ലോ, അല്ലെങ്കിൽ വാലെ പിടിച്ചോണ്ട് അതിൽ കൂടെ നടക്കാൻ. അത് തന്നെ വ്യാജക്കാള പദവി കിട്ടാൻ. ചില വ്യൂസൊക്കെ ഇച്ചിരി കുറച്ച് മതി. ഓരോന്ന് അനുഭവം കൊണ്ടാവും ഓരോന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഓരോരുത്തന്മാർ കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിലും ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണമേ. ഒളിഞ്ഞിരുന്നതിനെ കാണുന്ന ദൈവം, മറഞ്ഞിരിക്കുന്നതിനെ കാണുന്ന ദൈവം, വേദനിച്ച് കരയുന്നതിനെ കാണുന്ന ദൈവം. എൻ്റെ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആരെ കുറ്റം പറയുന്നതല്ല, ആരെ അടിച്ച് താഴ്ത്തരുത്, ആരെയും ചെറുതായി കാണരുത്. എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റി എനിക്ക് ഓരോ മെസ്സേജ് ഇടുന്നു. ഇതിനൊക്കെ എവിടെ നിന്ന് വന്ന് കയറിയതെന്ന് അറിയത്തില്ല. ദൈവകൃപയെ നഷ്ടപ്പെട്ട് ഇരിക്കുക. വിഷയത്തിലേക്ക് വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ടാവും. വാക്കിലുണ്ടാവും, ചിന്തയിലുണ്ടാവും, നോട്ടത്തിലുണ്ടാവും, പ്രവൃത്തിയിലുണ്ടാവും, കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടാവും. അന്ന് കഴുകി നിരപ്പ് പ്രാപിച്ച് ആരെയും വിധിക്കാതെ നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. ഒക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക നമുക്ക്. അപ്പം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നദനേലിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. അനേക കുഞ്ഞുങ്ങൾ മരിച്ച് ആ ഹേരോദാവ് കൊല്ലുമ്പോൾ നിന്റെ മാതാപിതാക്കൾ അത്തിയുടെ കീഴിൽ നിന്നെ കൊണ്ട് ഒളിച്ചു വെച്ചത്, അവിടെ നിന്ന് നിന്നെ രക്ഷിച്ചത് ഞാൻ കണ്ടു. ഉണ്ടോ? എവിടെ മറഞ്ഞിരുന്നാലും, സാധനങ്ങളുടെ ഇടയെ മറഞ്ഞിരുന്നാലും, മരത്തിൻ്റെ ചുവട്ടിലിരുന്നാലും, മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാലും എൻ്റെ അപ്പം കാണും. ഇനി അപ്പോൾ ആമേ സ്തോത്രം. നീ ഓപത്യാവ് 1-ാം അധ്യായം പഠിക്കുമ്പോൾ നീ കഴുകനെ പോലെ എത്ര ഉയർന്നാലും ഞാൻ നിന്നെ ആകാശത്ത് പോയി കൂട് വെട്ടിയാൽ അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. പാതാളങ്ങളുടെ അടിയിൽ പോയി കിടക്ക വിരിച്ചാൽ അവിടെയും എൻ്റെ കരം നിന്നെ തേടിയെത്തും. ദൈവത്തിന് മറവായതൊന്നുമില്ല. എവിടെ പോയി ഒളിച്ചാലും, എവിടെ പോയി ഒളിച്ച് കെണികൾ ഒരുക്കിയാലും,
എവിടെ പോയി ഒളിച്ച് മന്ത്രവാദം ചെയ്താലും, എവിടെ പോയി ഒളിച്ച് കെണികളൊരുക്കണം, ഞങ്ങളെ ആരെയും തൊടൂല. മന്ത്രവാദിക്ക് കാശ് കിട്ടിയാൽ മന്ത്രവാദിയുടെ തൊഴിൽ മന്ത്രവാദം ചെയ്യും. അതവൻ്റെ തൊഴിലാ. എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മരാജനെ ഏക്കൂല, അതൊക്കെ ഉറപ്പാ. ഇങ്ങോട്ടൊന്നും ഏക്കൂല, മന്ത്രവാദമൊന്നും ഇങ്ങോട്ടേക്കൂല. വരുന്നത് പോലെ അങ്ങോട്ടങ്ങ് പൊക്കോളും. അതുകൊണ്ട് അതിനൊന്നും പേടിയൊന്നുമില്ല. മന്ത്രവാദിയെ പേടിയൊന്നുമില്ല, മന്ത്രവാദം ചെയ്യുന്നവനെയും പേടിയില്ല. അതും മനുഷ്യനാ, അവൻ്റെ തൊഴിൽ അവൻ്റെ പിള്ളേരെ വളർത്താൻ വേണ്ടി. 10 കോഴിയെ കൊണ്ടുപോകാന്ന് പറയും, 10 കോഴി അങ്ങോട്ട് കൊണ്ടുകൊടുക്കും, അതിൻ്റെ ചോര തലവെട്ടും, ചോര ഒഴിക്കും, അവിടെ ഓം ക്രീം പറഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്യും, അവൻ ആ 10 കോഴിയും കൊണ്ടുപോകും. ഈ ചെയ്യിപ്പിക്കുന്നവൻ്റെ മക്കൾ സൂക്ഷിച്ചു വരും. മന്ത്രവാദിയുടെ മക്കൾ വണ്ണം വെച്ച് വരും. അത്രയേ ഉള്ളൂ വിഷയം, വേറെ ഒന്നുമില്ല. ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. പിന്നെ ആ വിചാരം യാക്കോബിന് ഫലിക്കത്തില്ലെന്ന് സംഖ്യാപുസ്തകം 23:23 ഉണ്ട്. ഒരുപാട് വാക്യങ്ങളുണ്ട് മന്ത്രവാദികളെ കുറിച്ച്, ബൈബിളും പറയുന്നുണ്ട്. ജയമില്ല, നമ്മളെ ആരെയും തൊടത്തില്ല. കാരണം കൂടെയുള്ള ശാപം ആര് പ്രാഗിയാലും ഉണ്ടല്ലോ. സർശമൊക്കെ 26:2 കാരണം കൂടെയുള്ള ശാപം ഭരിക്കത്തുമില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആരും പേടിക്കണ്ട. മന്ത്രവാദം ഉണ്ടെന്ന് പറഞ്ഞാലൊന്നും ആരും പേടിക്കണ്ട. ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ മതി വരുന്നവരോട്. എല്ലാവർക്കും പേടിയാണ്. അങ്ങ് കെട്ടി വെച്ചിരിക്കുന്നത് എന്നും കെട്ട, എല്ലാ ആഴ്ചയിലും കെട്ട. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലാണെങ്കിൽ 21 ദിവസവും ബന്ധനം. ഒരിക്കലും അഴിയത്തില്ല. ഒരുത്തം വന്ന് അഴിക്കും, അടുത്തം വന്ന് വീണ്ടും ബന്ധിക്കും, ഒരുത്തം വന്ന് വഴിയും വീണ്ടും ബന്ധിക്കും. അങ്ങ് ബന്ധനം തന്നെ. പക്ഷെ തിമോഥെയോസിനെ 2:9 പറയുന്നു, ദൈവവചനത്തിന് ബന്ധനമില്ല. അടുത്ത മോശക്കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ ഇങ്ങനെ പറയുന്നു, അവൻ എന്തു ഭവിക്കുന്നു എന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്തു നിന്നു. 3 മാസക്കാലം അവരെ ഒളിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒളിപ്പിക്കുവാൻ കഴിയാഞ്ഞിട്ട് അവർ പെട്ടകം വാങ്ങി, പെട്ടകത്തിനകത്ത് അവനെ കിടത്തി കീലും പശയും തേച്ച് അവൻ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. ഫറവോന്റെ പുത്രി തെർമുത്തീസ് ദേവി കുളിക്കുവാൻ കുളിക്കടവിൽ വന്നപ്പോൾ, പുണ്യനദിയിൽ കുളിക്കാൻ വന്നപ്പോൾ, നീലനദിയിൽ കുളിക്കുവാൻ വന്നപ്പോൾ, അവരുടെ പുണ്യനദിയായ നദിയിൽ കുളിക്കാൻ വന്നപ്പോൾ അവർ കണ്ടു, വെട്ടിയെടുത്തു, നോക്കി, കുഞ്ഞു കരഞ്ഞു. ഇതൊരപ്രായ ബാലനാണെന്ന് മനസ്സിലായപ്പോൾ അതിനെ മുല കൊടുക്കുവാൻ അതിൻ്റെ അമ്മയുടെ കരങ്ങളിൽ തന്നെ സാലറി വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്തു, മുല കൊടുത്തു. സ്തോത്രം. സ്വന്തം അമ്മ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, താൻ പ്രസവിച്ച കുഞ്ഞിന്, ആ കുഞ്ഞിന് സാലറി അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് മുല കുടിച്ചു. അങ്ങനെയുള്ള പിള്ളേർ നോക്കിക്കൊണ്ട് മുല കുടിക്കുമ്പോഴേ സാലറി വാങ്ങിച്ച അമ്മയ്ക്ക് കൊടുക്കുക, വീട്ടുകാർക്ക്. അത് എവിടെ നിന്ന്? രാജകൊട്ടാരത്തിൽ. ഫറവോന്റെ പുത്രി തെർമുത്തീസ് ദേവി പറഞ്ഞു, നീ കൊടുത്തോ, പാല് കൊടുക്കാൻ പറയാം, ഞാൻ സാലറി അങ്ങ് എത്തിച്ചേക്കാം. ഇന്ന് ഗ്യാലറി പോലും ഇല്ല. സാലറി പോയിട്ട് ഗ്യാലറി പോലും കിട്ടില്ല ഓരോന്നിനേക്കും. കേട്ടോ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അനേകരുണ്ട്, ബൈബിളിൽ മറന്നിരിക്കുന്ന അനേകരുണ്ട്, വെളിപ്പെടാതെ കിടക്കുന്ന ഇന്നും അനേകരുണ്ട്. കാരണം എങ്ങനെ? നിറയുന്നത് മുഴുവനും ഞങ്ങൾക്കും, കവിയുന്നത് മുഴുവനും മക്കൾക്കും, അത് കഴിഞ്ഞ് ഭാര്യയ്ക്കും, ബാക്കിയുള്ളത് മുഴുവനും കൊച്ചുമക്കൾക്കും, അതിൻ്റെ കൊച്ചുമക്കൾക്കും ഇങ്ങനെ കൊടുത്ത് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ സുവിശേഷ വിലയ്ക്ക് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അങ്ങനെ നീണ്ടു പോകണ്ട, ഇങ്ങനെ തന്നെ നിർത്താം. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം, മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്ന ദൈവം. ദൈവത്തിന് അർത്ഥമനഘടകക്ഷസി, ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. 139 സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ആമേൻ, ദൈവമേ, നീ എന്നെ ശോധന ചെയ്തറിയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പനെ മറച്ചൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദാവീദ് എന്ന ഭക്തൻ പറയുന്നത് കേട്ടോ, 139 സങ്കീർത്തനം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ, എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ഒരു മാംസ കഷണമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. ഉണ്ടോ? ഒരിക്കൽ ശലോമോൻ ചോദിക്കുന്നു, ഗർഭിണിയുടെ വയറ്റിൽ അസ്ഥി ഉരുവായി വരുന്നതെങ്ങനെ?
ഒരു പിണ്ണാഹാരത്തിനകത്ത് അസ്ഥി ഉരുവായി വരുന്നത് എങ്ങനെ? അതൊക്കെ അറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. എൻ്റെ അപ്പനെ മറച്ച് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അനേകർ മറഞ്ഞിരിക്കുമ്പോൾ വെളിപ്പെടുത്തി തരുന്ന ദൈവകൃപയ്ക്കായി യെശയ്യാപ്രവചനം 45:1-3 വരെ വായിക്കുമ്പോൾ മറവിടങ്ങളിലെ ഗുപ്തനിധി. ഏതാണ് മറവിടങ്ങളിലെ ഗുപ്തനിധി? അവൻ ഒരിക്കൽ യെഹെസ്കേയാവിന് വിടുതൽ കിട്ടി. പ്രാർത്ഥിച്ച എല്ലാവരും കൂടി ഇന്നുമുണ്ട്. പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥന ഇന്നുമുണ്ട്. ഞാൻ സഹോദരങ്ങളോട്, ദൈവദാസന്മാരോട് തൊഴുതുകൊണ്ടൊരു കാര്യം പറയാം. ഈ ധർമ്മരാജന് പോലും സുഖമില്ല എന്ന്, ഞാൻ സുഖമില്ലാതെ കിടക്കത്തില്ല, എനിക്ക് ആത്മാവ് പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. ധർമ്മരാജൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പോവും. പക്ഷെ ഒരു കാര്യം പറയാം, അഥവാ എലീശ ദീനം പിടിച്ച് കിടന്നു, അഹിയ പ്രവാചകൻ കണ്ണ് കാണാതെ കിടന്നു, ദാവീദ് ദീനം പിടിച്ച് കിടപ്പിൽ കടന്നു, സുഖമില്ലാതെ കിടന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് വാക്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു മനുഷ്യനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കരുത്. കാരണം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച പലരെയും എനിക്കറിയാം. ഹിസ്കിയാവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും ഹിസ്കിയാവിനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാളും വലിയ കുഴപ്പക്കാരുണ്ട്. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചത് പൂച്ച കരയുന്നല്ല, ഇങ്ങനെ പോരട്ടെന്നാ. അതുകൊണ്ട് പിടിച്ചു വെച്ചാരും പ്രാർത്ഥിക്കണ്ട. ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന് വിട്ടുകൊട്. ദൈവം ആയുസിനെ കൊടുക്കണമെങ്കിൽ കൊടുക്കും. ഇല്ല, കാരണം ആയുസിൻ്റെ അവിടെ നമ്മളാരും അല്ലല്ലോ. ഇനി ചിലരൊക്കെ പറയും നമ്മളൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ട് ആയുസിനെ നീട്ടി കിട്ടിയെന്ന്. അത് കുഴപ്പമാ, നിനക്ക് തന്നെ പാരയായിട്ട് വരും. നമുക്ക് തന്നെ പാരയായിട്ട് വരും. കാരണം ഇതെല്ലാം അനുഭവത്തിൽ കൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ആരും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാതിരിക്കണ്ട. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം വിളിക്കും, സന്തോഷത്തോടെ അങ്ങ് പോകും. എൻ്റെ കാര്യം ഞാൻ പറയും, എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ല. ഇന്ന് മരിച്ചാലും എനിക്ക് പേടിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഈ വചനം പ്രസംഗിക്കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ 15:3 നിങ്ങൾ ഇപ്പോൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ പറയുമ്പോൾ എനിക്കും ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക. ഈ ശുദ്ധിയോടുകൂടെ അങ്ങ് പോകണം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നതെയും. മത്തായി എഴുതിയ സുവിശേഷം 17:24 മുതൽ 27 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കി. അവൻ കവർന്ന ഭൂമിയിലെത്തി. യേശുക്രിസ്തു ചെന്നപ്പോൾ പത്രോസിനോട് യഹൂദന്മാർ ചോദിച്ചു, നിങ്ങളുടെ റബി കരം കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ട്. രണ്ടും വയ്യാതെ പുള്ളി പത്രോസിരുന്ന് ഞഴങ്ങുക. കർത്താവ് പറയുന്നത്, നമ്മളെ ഇവർക്ക് ആരാണ് കരം ഒഴിവുള്ളവർ? നമ്മൾ കരം കൊടുക്കണ്ട, എങ്കിലും ഇടർച്ച വരുത്തണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവർക്ക് കരം കൊടുക്കാം. നീ പോയി അതുകൊണ്ട് കടലിൽ പോയി എന്ത് ചെയ്യുക? വലയെടുക്കണ്ട. നീ വലയം വെച്ചിട്ടല്ലേ വന്ന്, വലയെടുക്കണ്ട. പുതിയൊരു സാധനം, ചൂണ്ടലങ്ങെടുത്തു. പണ്ട് നീ ചെറുപ്പത്തിൽ നീ വള്ളി നിക്കറ് ഇട്ടുകൊണ്ട് നടന്ന സമയത്ത്, ഇന്നത്തെ പിള്ളേരാരും കേട്ടിട്ടില്ല വള്ളി നിക്കറ് ഇട്ടുകൊണ്ട് നടന്ന സമയത്ത് നീ ചൂണ്ടലിട്ട ഓർമ്മയുണ്ടോ? ബൈബിളിലില്ലേ, ചരിത്രത്തിലുമില്ലേ, ഞാനങ്ങ് പറയും. ചൂണ്ടലിട്ടത് കണ്ടോ? ചൂണ്ടലിട്ട സമയം ഓർമ്മയുണ്ടോ? അതേപോലെ ആ ചൂണ്ടലും എടുത്തോണ്ട് നീ ഒന്ന് പോകണം. അതുപോലത്തെ ഒരു ചൂണ്ടലും എടുത്തോണ്ട്. പക്ഷെ നീ ചൂണ്ടലും കൊണ്ട് പോകുമ്പോൾ കൊത്താനായിട്ട് ഒരുപാടെണ്ണം വരും. അതിനെയൊക്കെ ഞാൻ മാറ്റിയിട്ട് നിനക്കും എനിക്കും കരം കൊടുക്കുവാൻ പാകത്തിന് ചില വർഷങ്ങളായി ചതുർദ്രഹ്മപ്പണവുമായി ഒരു മത്സ്യം കിടപ്പുണ്ട്. അത് വിങ്ങിപ്പൊട്ടി ഇതൊന്ന് കക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇതുപോലെയാ ചിലർ ഉള്ളിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി
ഇതിനൊന്ന് കക്കി കളയത്തുമില്ല. കൈവശം ഇറക്കുന്ന കാര്യമൊന്നും അല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ കക്കി കളയാൻ വയ്യാഞ്ഞിട്ട് ഇങ്ങനെ വിഷം വെച്ചിരുന്നപ്പോൾ ആ മീനിൻ്റെ വിഷമം കണ്ട് രണ്ട് കാര്യമാണ് അവിടെ നടന്നത്. ഒന്ന്, ഇവർക്ക് കരം കൊടുക്കാൻ കാശുമായി, മീന് ഫ്രീയായി. പത്രോസ് മീന് തട്ടിയോന്ന് എനിക്കറിയത്തില്ല. ദൈവം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തു പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നീ ചൂണ്ടലിട്ട് അതിനെ നീ എടുത്ത് അതിൻ്റെ വായി തുറന്ന് നീ ആ ചതുർത്തിരമ്പ പണഞ്ഞെടുക്കണം. എന്നിട്ട് മീനിനെ വിട്ടെങ്കിൽ പത്രോസിന് നല്ലത്, ഇല്ല മീനിനെ തട്ടിയെങ്കിൽ പത്രോസിന് തിന്നാം. രണ്ട് കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കടലിനകത്ത് ചതുർത്തിരമ്പപ്പടമുള്ള മത്സ്യം കിടക്കുന്നത് കാണാൻ കണ്ണുള്ളവൻ, ഭൂമി മുഴുവനും നിറഞ്ഞു നിന്നവൻ, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവ്, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചനന്തരം മനുഷ്യനെ സൃഷ്ടിച്ചവൻ, ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ സകലത്തെ ഉളവാക്കിയവൻ, മനുഷ്യനെ തൻ്റെ ശില്പിയായവൻ, ശില്പശാലയിൽ വെച്ച് മെനഞ്ഞെടുത്ത് തൻ്റെ കരങ്ങളാൽ മെനഞ്ഞെടുത്ത് അടകജ മനയാറുകൾക്കമന അവൻ മെനഞ്ഞെടുത്ത് വേണ്ട വിധത്തിൽ പാകത്തിൽ മെനഞ്ഞെടുത്ത് എത്ര സോപ്പ് തേച്ചാലും കുളിച്ചാലും അതിനകത്ത് അലിഞ്ഞു പോകാത്ത വിധത്തിൽ ഉരുക്കി പാകമാക്കി എടുത്ത് മൂക്കിൽ ജീവശ്വാസം ഊതി സൺഡേ സ്കൂളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവൻ പുരുഷനായി തന്നെ യൗവനക്കാരനായി നിന്നു. വിഷയത്തിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ നിർത്തട്ടെ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എൻ്റെ അപ്പൻ കാണുന്നത്, എനിക്ക് ആ കാളയുടെ ഹൃദയൻ്റെ കാളയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ രണ്ടാമത്തെ കാളകളെന്ന് പറയുന്നത് പെട്ടെന്ന് കൊണ്ടുപോയ കാളകളാണ്. കാളകൾക്കൊരു കുഴപ്പവും വന്നില്ല. നിങ്ങൾക്ക് അവിടെ ഒരു ചിന്ത തരാം. ഈ പെലിസ്ത്യനെ എവിടെ പെട്ടകം വയ്ക്കണമെന്നൊന്നും അവർക്കറിയില്ല. ശമൂവേൽ 1-6 അധ്യായം വായിച്ചു നോക്കിയോ, 5-6 അധ്യായം വായിച്ചു നോക്കിയോ, അറിയത്തില്ല. അതുകൊണ്ട് അമ്മ എവിടെ തണ്ടുകളെ പിടിച്ചോ എവിടെ പിടിച്ചോ എന്നറിയത്തില്ല. അമ്മമാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ 21 വർഷം വീട്ടിൽ ഇരുന്ന ഊസ ചാരിക്കയറി പെട്ടിയെ പിടിച്ചപ്പോൾ അമ്മ സ്വന്തം ഊസ തക്ഷണം മരിച്ചു. നമ്മളാണെങ്കിൽ പറയും ഊസ പെട്ടി പിടിച്ചത് കൊണ്ട് പെട്ടകം മറിഞ്ഞില്ല, അവനൊരു പൂച്ചണ്ടെങ്കിലും ഇടണമെന്ന് പറയുമായിരുന്നു. പണ്ടത്തെ ഭാഷയാ പൂച്ചണ്ട്, അല്ലെങ്കിൽ ഒരു മുല്ലപ്പൂവെങ്കിലും വാങ്ങിച്ച് അവൻ്റെ തലയിലിട്ടേക്കാം. അതുകൊണ്ട് വേണ്ട, തണ്ടുകൾ ഊരരുത്. തണ്ടുകൾ ഊരരുത്. കഗാത്യരായ പുരോഹിതന്മാർ മുട്ടുകുത്തിക്കുനിഞ്ഞ് തോളിലെടുത്തുകൊണ്ട് നിവരണം. ഈ പെട്ടകത്തിനകത്തിരിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എബ്രായർ 9:1 മുതൽ 5 വരെ വായിക്കുമ്പോൾ വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. കൃപാസനം, കൃപകൾ കൊണ്ട് മൂടപ്പെട്ട് വച്ചിരിക്കുന്ന കെരൂബുകൾ രണ്ടും താഴോട്ട് നോക്കി ചിറക് വിടർത്തി നിൽക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവകൃപ എത്ര ആഴമായി ഗ്രഹിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ചിറക് മുകളിലോട്ട് എന്നും ദൈവകൃപ അനുഭവിച്ച് ഇവിടെ കിടക്കുവാനല്ല, ഒരിക്കൽ നാം പറന്നു പോകേണ്ടവരാ. അതിനായി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തു, ആരും കാണാതെ ഞാൻ പലതും ചെയ്തു, ക്ഷമിക്കണമേ, പരിശുദ്ധ രക്തത്താൽ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് പാപിയും ആമേൻ പറയുക, കർത്താവേ ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് ആര് പറഞ്ഞാലും ആ രക്തം നിന്നും ധാരധാരയായി ഒഴുകുന്നു. അടകജാല രഹസ്യാന, കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ മേൽ വീഴട്ടെ. അടകൽക്കവന് കഴുകൽ പ്രാപിച്ച് യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ആരും തള്ളിക്കളയാതെ, ആരും പുറത്തോട്ട് പോകാതെ, തള്ളപ്പെട്ടു പോകാതെ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടാൻ നമുക്ക് ഒരുങ്ങാം. എല്ലാവരും, ഈ വചനം കേൾക്കുന്ന എല്ലാവരും അവൻ ശുദ്ധീകരണത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ പ്രവൃത്തി എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണം.
അടിയനെ ഏൽപ്പിക്കുന്നു. അടിയൻ വീട്ടിൽ ഭവനം, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ 3 പേർ, എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. സകലവിധ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവം ആവശ്യമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിയനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. ജാതി മത ഭേദമന്യേ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കഷ്ടതയിലും രോഗത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ ചികിത്സിക്കുവാൻ കാശില്ലാതെ ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, വൻകടങ്ങളിലായിരിക്കുന്നവർ, ആരും സഹായമില്ലാതിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നും കഴിയുന്നില്ല. കർത്താവ് തന്നെ ചെയ്യണം, കർത്താവ് തന്നെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അർത്ഥനാരഘടകക്ഷസി ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അടിയൻ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാർ, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് നന്മയുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ, അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം ഞങ്ങൾ വായിക്കുമ്പോൾ 1 മുതലുള്ള ഭാഗങ്ങൾ 11 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ പാർക്കുന്ന ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, അവർക്ക് നന്മയുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നന്മയുണ്ടെന്ന് അവൻ തിരുവെഴുത്തുകളിൽ പറയുന്നല്ലോ. ആ വചനപ്രകാരം ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടപ്പാക്കട്ടെ. അവൻ 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തുവാനുള്ള കൃപ എല്ലാവർക്കും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, വക്കീലന്മാർക്കായി, ജഡ്ജിമാർക്കായി, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായി, പോലീസുകാർക്കായി, ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവരവരെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള, സത്യസന്ധതയോടെ ചെയ്യുവാനുള്ള കൃപ എല്ലാവർക്കും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏൽപ്പിക്കുന്നു. ഒരു ഭൂകമ്പോ ഒന്നും ഞങ്ങൾ ഒരു വെള്ളക്കെടുതികളോ ഒന്നും ഞങ്ങളുടെ ദേശത്ത് വരാതെ വണ്ണം പ്രകൃതി ശാന്തമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും വചനം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മത്സ്യം പിടിക്കാൻ പോകുന്നവർ എല്ലാവരെയും അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടഭാരത്തിലും വേദനയിലും കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കുവാൻ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ അനേകരുണ്ട്. പിതാവേ, അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നൊന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. കർത്താവേ, വചനത്തിൽ കൂടെ ആർക്കെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമേ. അടിയനോട് ക്ഷമിക്കണമേ. പരിശുദ്ധ രക്തത്താൽ അടിയനെയും കഴുകണം, ശുദ്ധീകരിക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി, മഹത്വം എല്ലാം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.